ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ആയാലും യു എസ് മാർക്കറ്റിൻ്റെ ആയാലും മൊത്തത്തിലുള്ള ട്രെൻഡ് തന്നെ മാറ്റിമറിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കുറച്ചധികം ന്യൂസും ഡേറ്റയൊക്കെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഇന്നൊരു ഡിസ്ക്ലൈമർ കൂടെയുണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്ന പല കാര്യങ്ങളും പൊളിറ്റിക്കലി കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് കേൾക്കാൻ നേരത്ത് ചോര തിളയ്ക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തി പോകുക. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. അല്ലാത്ത ടൈപ്പ് ആൾക്കാർ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് യു എസ് മാർക്കറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. യു എസ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഓൾമോസ്റ്റ് 1.99, അതായത് ഓൾമോസ്റ്റ് 2% തന്നെ ഇൻഡെക്സ് അപ്പായിരുന്നു എന്ന് പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൻ്റെ അകത്ത് കുറച്ച് ഡേറ്റ ഔട്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് അത് അവിടുത്തെ യു എസ് ജോബ് ഡേറ്റ, അതേ കണക്ക് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ആവറേജ് അവർലി ഏണിങ്സ് റേറ്റ്, എന്താ പറയുക, ഏണിങ്സ് റേറ്റിൽ വന്നേക്കുന്ന ഹൈക്ക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഔട്ടയക്കുന്ന ഡേറ്റാസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഇതിനെക്കാട്ടിയും വളരെ കുറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഫോർകാസ്റ്റ് ചെയ്യപ്പെട്ടതിനെക്കാട്ടിയും ഔട്ട് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വൽ ഡേറ്റ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ആയിട്ടാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? യു എസ് മാർക്കറ്റ് എന്ന് പറയുന്നത്, യു എസ് എക്കണോമി എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്കണോമി ഡൗൺ ട്രെൻഡിലോട്ട് പോകുമ്പോഴത്തേക്കും അതിനെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നത് അവിടുത്തെ ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ വർഷം തന്നെ 2 ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരും എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 53% പ്രോബബിലിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ന്യൂസാണ്. മാർക്കറ്റിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം എന്താണ്? അത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ്. അത് യു എസ് മാർക്കറ്റിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിലും അത് ഗ്ലോബലി തന്നെ ബാക്കിയുള്ള മാർക്കറ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസും അത് അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൺട്രീസും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യു എസിനെക്കാട്ടിയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അവരാദ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ കറൻസി യു എസ് ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരാതെ യു എസിൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ ചാൻസ് പ്രോബബിലിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് യു എസ് മാർക്കറ്റിനും മറ്റ് ഗ്ലോബൽ മാർക്കറ്റിനും എല്ലാം തന്നെ പോസിറ്റീവായിട്ട് വരാൻ പോകുന്ന ഒരു ഫാക്ടറാണ്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നോക്കാൻ നേരത്ത് നമ്മുടെ ഇൻഡെക്സ് വലിയ രീതിയിലുള്ള മൊമെൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5% കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷറും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രഷർ വന്നേക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വിക്സ് കൂടുന്നുണ്ട്. വിക്സ് കൂടുന്നതുകൊണ്ട് എന്താണ്? മാർക്കറ്റിൻ്റെ അകത്ത് അൺസർട്ടനിറ്റി കൂടുന്നുണ്ട്. ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. മാർക്കറ്റിനൊരു എന്താ പറയുക, കൃത്യമായിട്ടൊരു വ്യൂ കിട്ടിയെന്നാണ് തോന്നുന്നതെന്നൊരു ചാൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്സ് ഓൾമോസ്റ്റ് 10 അടുത്തോട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വിക്സ് ഓൾമോസ്റ്റ് 17 അടുത്തോട്ട് പോയിട്ടുണ്ട്. 17 സ്റ്റിൽ ഒരു നോർമൽ റേഞ്ചിൻ്റെ അകത്താണ്. 20 എബോവൊക്കെ പോവുകയാണെങ്കിലാണ് ഹൈ അൺസർട്ടനിറ്റി വരുന്നത്. പക്ഷേ ഈ വിക്സിൻ്റെ ഈ കയറി പോകുന്ന ആ ഒരു പോക്ക് കണ്ടിട്ട് മിക്കവാറും 20 ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ചാൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിവേ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റി ഇത്ര കണ്ട് ഹൈക്കായി വരുന്നത്? നമുക്കറിയാം, നമ്മുടെ ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ അകത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 150-ാം സ്ഥാനത്താണ്. മൊത്തം 180 200 രാജ്യങ്ങളുള്ളതിൽ 150-ാമത്തെ സ്ഥാനത്താണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ അകത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്ര കണ്ട് പ്രസ് ഫ്രീഡം ഇല്ലാത്ത ഈ ഒരു രാജ്യത്ത് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് പലരും റൂളിംഗ് പാർട്ടിക്ക് ഫേവറായിട്ടാണ് ന്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ന്യൂസ് ചാനലായിട്ടുള്ള, നല്ല മീൻസ് പോപ്പുലർ എന്നുള്ള സെൻസിൽ ഒരു ന്യൂസ് ചാനലായിട്ടുള്ള സി ന്യൂസ് ഇപ്പോൾ ഒരു ഇതുകൊണ്ട് എന്നൊക്കെയാണ് അവരുടെ ഒരു പോളിസിയിലൊക്കെ ചെറിയ രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. അവർ മോദിയുടെ ലൈവ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ലൈവ് ഇവൻറ്റ്സ് ഒന്നും കവർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ഡേറ്റ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൾറെഡി റീറ്റെയിലേഴ്സിന് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളോ, അല്ലെങ്കിൽ പല എക്സിറ്റ് പോൾ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ന്യൂസ് ചാനൽസ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് കാരണമാണോ ഇവരിപ്പോൾ ഇങ്ങനെ ഒരു പോളിസിയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്? അതല്ലേ ഇത് ആരുടെയെങ്കിലും ഒരാളുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിലാണോ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ല. എനിവേ, അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക,
ഈ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അൺസർട്ടൻറ്റി പതുക്കെ പതുക്കെ കൂടി വരുന്നുണ്ട്. ഈ അൺസർട്ടൻറ്റി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്, ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ഷൻ എങ്ങനെ നമുക്ക് ഡീസൻ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ അകത്തൂടെ തന്നെ ട്രാക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ ഇത്രയും സ്റ്റോക്കുകളാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് റഫായിട്ടൊരു ഇതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനി ഒരുപാട് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് അദാനി സ്റ്റോക്കുകൾ, അതേ കണക്കിന് PSU സ്റ്റോക്കുകൾ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇടുക. ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുക. ഈ സ്റ്റോക്കുകൾ ഇടിയുകയാണെങ്കിൽ, ഈ സ്റ്റോക്കുകൾ ഒരുപാട് താഴോട്ട് പോവുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് നെക്സ്റ്റ് BJP ഗവൺമെൻറ് വരാനുള്ള ചാൻസ് കുറവായി വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു ദിവസത്തെ ഇടിവാണ് ഈ കാണുന്നത്. ഈ ഒരു ദിവസത്തെ ഇടിവ് കൊണ്ട് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ചധികം നാൾ, ഈ ഒരു മാസം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മാസത്തെ ഇത് വെച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇതേ കണക്ക് ഇലക്ഷൻ റിസ്ക്കുള്ള സ്റ്റോക്കുകളിൽ നിന്ന് ബെറ്റർ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അദാനി സ്റ്റോക്കുകൾ, റെയിൽവേ സ്റ്റോക്കുകൾ, ഇനി അതല്ലെങ്കിൽ ഓൾറെഡി 10x 20x ടൈപ്പ് റിട്ടേൺസ് തന്ന ടൈപ്പ് സ്റ്റോക്കുകൾ, PSU സ്റ്റോക്കുകൾ, ഇങ്ങനെയുള്ള ടൈപ്പ് സ്റ്റോക്കുകളിൽ നിന്ന് ബെറ്റർ വിട്ട് നിൽക്കുക. ഞാൻ ഇതൊക്കെ ഈ രീതിയിലാണ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് മാർക്കറ്റിനെ പറ്റിയില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ഇത് മതിയാവും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അൺസർട്ടൻറ്റി നിൽക്കുകയാണ്. മാർക്കറ്റിന് ഇപ്പോഴും സെർട്ടൺ ആയിട്ട് ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു മാസത്തേക്ക് നമ്മൾ രണ്ട് സൈഡിലോട്ടുള്ള ഡേറ്റകളും കാണും. അതായത് ചിലപ്പോൾ നമ്മൾ ഇന്ന പാർട്ടിക്ക് ഫേവർ ആയിട്ടുള്ള ഡേറ്റ കാണും, ചിലപ്പോൾ നമ്മൾ മറ്റേ പാർട്ടിക്ക് ഫേവർ ആയിട്ടുള്ള ഡേറ്റ ആണ്. അതിനനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ അതിന് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ടൈപ്പ് റിസ്ക്, അതായത് എന്താണ് ഇത് ഈ ടൈപ്പ് റിസ്ക് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു ഗവൺമെൻറ് മാറുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ ബിസിനസ്സുകളുടെ അവരുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ള ടൈപ്പ് സ്റ്റോക്കുകളിൽ നിന്ന് ബെറ്റർ മാറി നിൽക്കുക. അതല്ലാതെ ഏത് ഗവൺമെൻറ് വന്നാലും പോകുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് ബിസിനസ് ചെയ്ത് വരാൻ കേപ്പബിൾ ആയിട്ടുള്ള ടൈപ്പ് സ്റ്റോക്കുകളിലോട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ട കുറച്ച് ഇന്ത്യയുടെ റാങ്കിങ് ഡേറ്റയൊക്കെ നോക്കാൻ നേരത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ അകത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 126th പൊസിഷനാണ്. പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ അകത്ത് 144th പൊസിഷനാണ്. ഇലക്ടോറൽ ഡെമോക്രസി ഇൻഡെക്സിൻ്റെ അകത്ത്, നമ്മൾ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക്കൽ രാജ്യമാണെന്നൊക്കെ പറയുമെങ്കിൽ, നമ്മൾ നോക്കാൻ നേരത്ത് ഏകദേശം 108ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യയുടെ റാങ്കിങ് നിൽക്കുന്നത്. ഇതേ രീതിയിൽ പല കാര്യത്തിലും, ഇപ്പം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 150th പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രസ് ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ 2021 ഒരു ഡേറ്റ പ്രകാരം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകൾ മേർഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു എന്താ പറയുക, ഒരു നമ്മൾ അലാമിംഗ് ആയിട്ട് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലുകളും കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർ പറയുന്ന സത്യമാണോ, അല്ലെങ്കിൽ അവർ നല്ല ആൾക്കാരെല്ലാം കൊന്നു കളയുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല ആൾക്കാർ കാണാതാവുന്നുണ്ടോ? ഒരുപാട് ജേർണലിസ്റ്റുകൾ, ഇപ്പം ഇത് ഞാൻ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്നല്ല പറയുന്നത്, മൊത്തത്തിൽ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. ഒരുപാട് ജേർണലിസ്റ്റുകൾ അവർ ചാനൽ വിട്ട് പോയി, അവർ മെയിൻ സ്ട്രീം മീഡിയ വിട്ട് പോയിട്ട് മറ്റ് പല രീതിയിൽ, അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വഴിയിട്ടാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. കാരണം അവരവരുടെ ഫ്രീ ആയിട്ടുള്ള ഒരു അവരുടെ വർക്കിൻ്റെ ഔട്ട് അവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവരെന്താണോ കാണുന്നത് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇന്ത്യക്കകത്ത് കാണാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ ഗ്ലോബൽ ഇമ്പ്യൂണിറ്റി ഇൻഡെക്സിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 12ാം സ്ഥാനത്താണ്. അതായത് ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ സിറിയ, സൊമാലിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പിന്നെ പാകിസ്ഥാൻ, ഇതുപോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകൾ മേർഡർ ചെയ്യപ്പെടുകയും അത് തെളിയിക്കാതെ പോവുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിനകത്ത് ഇന്ത്യ ഇത്ര കണ്ട് ഹൈയിൽ നിൽക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ കാണിച്ചു തരാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകൾ നടന്നേക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഈ മൊത്തം വേൾഡിൽ നടന്നേക്കുന്ന ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകളിൽ ഓൾമോസ്റ്റ് 58% ഇന്ത്യക്കകത്താണ് നടന്നേക്കുന്നത്. ഗ്ലോബൽ ഷട്ട് ഡൗണുകളിൽ 58% ഇന്ത്യക്കകത്താണ് നടന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത് മറ്റുള്ളവരെ ഇത് ചെയ്ത് എന്താ പറയുക, അടിച്ചമർത്തിയ മീൻസ് ഇൻ ദ സെൻസ് അവരെ മൊത്തത്തിൽ എല്ലാവരെയും കൊന്നു കളയുന്നു എന്നുള്ള രീതിയിലല്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ അറിയുന്നില്ല, ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നില്ല. അതല്ലെങ്കിൽ ഒരിടത്ത് നടക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള ഒരു നെറേറ്റീവ് വേറെ ഒരിടത്ത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക, ഒരു ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു എഫക്റ്റ് നമുക്ക് ചിലപ്പോൾ ഈ ഇലക്ഷനിൽ കാണാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പേഴ്സണലി ഇതിനെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ പേഴ്സണലി ഇതിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിൻ്റെ അകത്ത് തന്നെ നോക്കാം. കേരളത്തിൻ്റെ അകത്ത് നെക്സ്റ്റ് ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് വരാനുള്ള ചാൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ കുറച്ച് സാധാരണക്കാരുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് ഇൻ്റർനെറ്റിൽ കാണും. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ സാധാരണക്കാരുടെ ഏകദേശം ഒരു അഭിപ്രായം കിട്ടുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കവിടെ ഒരു രീതിയിലുള്ള ചാൻസും കാണാൻ പറ്റുന്നില്ല, കാരണം നാട്ടുകാരെല്ലാം വന്നിട്ട് തെറി വിളിക്കുകയാണ്. അപ്പോൾ ഇതേ കണക്ക് തന്നെ നമുക്കിവിടെ
മെയിൻ സ്ട്രീം മീഡിയ കവർ ചെയ്യാത്ത അല്ലാത്ത രീതിയിലുള്ള ഒരുപാട് ഇതേപോലെയുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരുടെ അടുത്ത് പോയി ചോദിക്കുന്ന ടൈപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ മേഖലയിലുള്ളത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടുന്നതായിരിക്കും, ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലാക്കാൻ പറ്റും. നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ ഭയങ്കര ഡീപ്പായിട്ട് ബിലീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്നതാണ് ശരി, ഇവരിനി എന്ത് ചെയ്താലും ഇവർക്ക് ഞാൻ വോട്ട് ചെയ്യൂ, ഇല്ലെങ്കിൽ ഇവരാണ് ജയിക്കേണ്ടത്, ഇവരിലൂടെ മാത്രമേ എനിക്ക് മേളിലെത്താൻ പറ്റൂ, എൻ്റെ രാജ്യം മുന്നോട്ട് പോകുമെന്ന് ഡീപ്പായിട്ട് ബിലീവ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഒന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ അടുത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റത്തില്ല. പക്ഷേ അത് അവരുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ നോർമലി ഉള്ള ആൾക്കാരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ് എന്താണ് നമ്മുടെ ഇവിടെ നടക്കുന്നതാണ്. ഇനി ഇന്ത്യയുടെ മറ്റ് പല കാര്യങ്ങൾ, അതായത് ഇന്ത്യനെ ഇലക്ടോറൽ ഓട്ടോക്രസി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്വീഡനിലുള്ള ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യനെ അതായത് ഡെമോക്രസി എന്ന് മാറ്റിയിട്ട് ഇലക്ടോറൽ ഓട്ടോക്രസി എന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോകാൻ നേരത്ത് അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മളിവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കകത്ത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആ ഒരു മോഡലല്ല വർക്ക് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരാളെ കാണിച്ചിട്ട് ഇയാൾ വന്നാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ, അങ്ങനെ ഒരു രീതിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞു അയാൾ വന്നാലേ ഈ രാജ്യം മൊത്തം രക്ഷപ്പെടും, ആ ഒരു പരിപാടി ഇല്ല. അതല്ല ഇന്ത്യയുടെ ഡെമോക്രാറ്റിക്കൽ സിസ്റ്റം. ഇന്ത്യയിലെ ഡെമോക്രാറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ്? ഇന്ത്യയുടെ ഡെമോക്രാറ്റിക്കൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ അവിടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരാളെ സെലക്ട് ചെയ്ത് വിടുന്നു. അയാൾ പോയിട്ട് ഒരു ഇതിൻ്റെ ഭാഗമാവുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാർലമെൻറ്റിൻ്റെ ഭാഗമാവുന്നു, ഒരു അസംബ്ലിയുടെ ഭാഗമാവുന്നു. അതിനുശേഷം അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നു. അല്ലാതെ ഒരാളെ എന്താ പറയുക ഫേസ് ആക്കി വെച്ചുകൊണ്ട് രാജ്യത്തിന് മൊത്തം അയാളാണ് രക്ഷപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നെറേറ്റീവ് എന്ന് പറയുന്ന വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു നെറേറ്റീവാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ പറയാം. ഞാൻ എങ്ങനെയാണ് ഈ രാജ്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ പോകുമ്പോഴായിരിക്കും ഏറ്റവും നല്ലതായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം തന്നെ എടുത്ത് കളയണം. ഓക്കെ, അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയാലും ഇങ്ങനെയുള്ള പാർട്ടികളെല്ലാം തന്നെ ഡിസ്മാൻഡിൽ ചെയ്ത് കളയണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതല്ലാതെ പാർട്ടിയൊന്നും ഇല്ലാതെ തന്നെ ആൾക്കാർ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ആൾക്കാർ അവർ ജയിക്കട്ടെ, അവരവരുടെ പ്രവർത്തനത്തിൻ്റെ കഴിവിൽ അവർ ജയിക്കട്ടെ. അതല്ലാതെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അയാൾക്ക് വോട്ട് ചെയ്യുന്നു, അത് എന്ന് വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അതല്ലാതെ നമ്മൾ ഒരാളുടെ അല്ലാതെ വോട്ട് ചെയ്തെടുക്കുന്നു, അയാൾ എന്താ പറയുക അയാൾ പാർലമെൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അയാൾ ഒരു അസംബ്ലിയിൽ പോയിട്ട് ഭാഗമാകുന്നു, മൊത്തത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെയുള്ള ആൾക്കാർ വരുന്നു. ആ ആൾക്കാരുടെ ഒരു കൂട്ടം ഇതേ കണക്ക് ബില്ലുകൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യും, അവരുടെ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അവരെ ഫേവർ ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളാണെങ്കിൽ അവരതിനെ അപ്രൂവ് ചെയ്യുന്നു. ഇല്ല അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ ഒരു ബില്ല് കൊണ്ടുവരാൻ നേരത്ത് ഈ രീതിയിൽ വോട്ടല്ലേ ഇടുന്നത്. അപ്പോൾ ആ വോട്ട് ഇടുമ്പോഴത്തേക്കും അതിൽ മെജോറിറ്റി പിന്തുണയ്ക്കും അത് പാസ്സാവും, ഇല്ലെങ്കിൽ അത് ഫെയിലാവും. ആ രീതിയിൽ അവിടെ ചെയ്യട്ടെ. അല്ലാതെ ഇതിനെല്ലാം തന്നെ പാർട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു തന്നെ വളരെ മോശമായിട്ടുള്ള സംഭവമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. ആക്ച്വലി ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ മറ്റുള്ള സിസ്റ്റങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ പോലും ഡെമോക്രസി എന്ന് പറയുന്നതും ആക്ച്വലി ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഡെമോക്രസി ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള സിസ്റ്റങ്ങൾ വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത് ഏറ്റവും ഒരു നമുക്കിപ്പം വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഡെമോക്രസി ഉള്ളത്. അപ്പോൾ ആ ഡെമോക്രസിയുടെ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ അതിനെ പതുക്കെ ഓട്ടോക്രസിയുടെ രീതിയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതല്ല ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മീഡിയ ഇതൊന്നും തന്നെ കവർ ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. എനിവേ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു US സ്റ്റോക്കുകൾ ഏതെങ്കിലുമൊക്കെ പറയാമോ, നല്ല സ്റ്റോക്കുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റോക്കുകളിലൂടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് US മാർക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. അതായത് സ്റ്റോക്കുകളിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പാലൻറ്റിയർ ആണ്. പാലൻറ്റിയർ ടെക്നോളജീസ് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ലെഡ് ആയിട്ടുള്ളൊരു ബുൾ മാർക്കറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഡറായിട്ട് എന്തുകൊണ്ടും എമർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ളൊരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് പാലൻറ്റിയർ ടെക്നോളജീസ് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം നമ്മുടെ ആണ് ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ ഇത്രയും നാൾ റണ്ണപ്പ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് സെമി കണ്ടക്ടർസ് ഉണ്ടാക്കുന്ന കമ്പനീസാണ് ഏറ്റവും കൂടുതൽ റണ്ണപ്പ് കാഴ്ചവെച്ചത്. അവരാണ് 10 ബാഗറും 100 ബാഗറും ഒക്കെ റിട്ടേൺസ് ഓൾറെഡി തന്നത്. പക്ഷേ അതൊരു ഹാർഡ്വെയർ ആണ്, അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. സോഫ്റ്റ്വെയർ ആണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റണ്ണപ്പ് കാഴ്ചവെക്കാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള സംഭവം. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ
ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേ കണക്കുള്ള കമ്പനീസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലീഡറായിട്ടുള്ള പാലൻറ്റിയർ ടെക്നോളജീസ് ഉറപ്പായിട്ട് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വേണം. US ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ സ്റ്റോക്കിൻ്റെ റിസൾട്ടാണ്. റിസൾട്ട് മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കും. ഞാൻ പേഴ്സണലി ട്രാക്ക് ചെയ്യുന്നൊരു സ്റ്റോക്ക് കൂടെയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് AI എന്നുള്ളത് അത് സ്റ്റോക്ക് അത്ര ഫണ്ടമെൻ്റലി സ്ട്രെങ്ത് ഉള്ളൊരു സ്റ്റോക്കൊന്നുമല്ല. C3AI എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതിൻ്റെ ടിക്കർ സിമ്പലാണ് AI എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് ഒന്നും അല്ലെങ്കിലും എന്തുകൊണ്ട് ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റഡ് ഒരു ബുൾ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ ലീഡർ ആയിട്ടുള്ള പാലൻറ്റിയർ തരുന്നതിനെക്കാട്ടിയും ചിലപ്പോൾ കൂടുതൽ റിട്ടേൺസ് തരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് AI എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ്. കാരണം ഷെയർ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ അവരൊരു റീറ്റെയിൽ ഫാൻസി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബബിൾ മാർക്കറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഒബിയസ്ലി AI എന്ന് വന്ന് സെർച്ച് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ ഈ ഒരു പേര് കേട്ടോണ്ട് അവർ ഈ കമ്പനിയെ കുറിച്ച് വേറെ ഒന്നും പഠിക്കാതെ ജസ്റ്റ് ഈ പേര് കേട്ടോണ്ട് തന്നെ ഈ കമ്പനിയിൽ പൊസിഷൻ എടുക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇവർ ഏകദേശം പാലൻറ്റിയർ ടെക്നോളജീസ് ചെയ്യുന്ന പോലത്തെ ഒരു ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. ബിസിനസ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് ഫണ്ടമെന്റൽസിൽ കാര്യങ്ങളിലൊക്കെ ഉള്ള വ്യത്യാസമുള്ളൂ. അതായത് പ്രോഫിറ്റബിലിറ്റിയിലും മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നതിലുള്ള ഇതിലും അവരുടെ പ്രോഡക്റ്റിൻ്റെ എബിലിറ്റിയിലും ഒക്കെ ഉള്ള വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും അവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിട്ടുള്ള ബിസിനസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്രൗഡ് സ്ട്രൈക്ക് ആണ്. അവിടുത്തെ സൈബർ സെക്യൂരിറ്റിയുടെ സ്റ്റോക്കുകൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വേണ്ട ഒരു സ്റ്റോക്കാണ് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ക്രൗഡ് സ്ട്രൈക്ക് പോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് Zscaler എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള 2 സ്റ്റോക്കുകൾ, അതേ കണക്ക് തന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള 2 സ്റ്റോക്കുകൾ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൻ്റെ അകത്ത് ക്ലാസിക്കൽ ബാങ്കിങ് അല്ല, നമ്മുടെ ഫിൻടെക് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഫൈ എന്ന് പറയുന്നത്. സോഫൈ ടെക്നോളജീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് എനിക്ക് പേഴ്സണലി നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്റ്റോക്കാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വാല്യൂഷനാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ്ഡ് ബുക്കിനോട്, അതായത് 1 ടൈം പ്രൈസ്ഡ് ബുക്കിനോട് അടുപ്പിച്ചാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യൂഷനിൽ വളരെ ലോവർ ലെവലിൽ കിട്ടുന്ന ഒരു സ്റ്റോക്കായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നമുക്കിപ്പം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പറയാൻ നേരത്ത് നമ്മൾ കൂടുതലും വളരെ സ്മോൾ ക്യാപ് ടൈപ്പ് സ്റ്റോക്കുകളിലോട്ട് പോകാറാണ് ചാൻസ്. പക്ഷേ US മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് നമ്മൾ ഭയങ്കര അങ്ങോട്ട് മൈക്രോ ക്യാപ്പ് ആ ടൈപ്പിലുള്ള സ്റ്റോക്കുകളിലോട്ട് പോകാറില്ല. നമ്മളൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം കമ്പനി പൂട്ടിപ്പോകത്തില്ല എന്ന് ഉറപ്പുള്ള ടൈപ്പ് ബിസിനസ്സുകളിലോട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒന്നാമത് അവിടെ സർക്കിട്ട് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ സ്റ്റോക്ക് ഒറ്റയടിക്ക് 90% വേണമെങ്കിൽ ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രെങ്ത് ഉള്ള ടൈപ്പ് കമ്പനീസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതേസമയം തന്നെ അത്യാവശ്യം മാർക്കറ്റിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബിസിനസ് ഉള്ള ടൈപ്പ് കമ്പനീസിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ പേഴ്സണലി വാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടി വിചാരിച്ചതല്ല. ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് കമ്പനീസ് കണ്ടെത്താം എന്നുള്ളൊരു ടോപ്പിക്കിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. പക്ഷേ ടൈമിൻ്റെ ചില പ്രോബ്ലം കാരണം എനിക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തേക്കാണ്. നാളെ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് അതെല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ജസ്റ്റ് screener.in എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റിൽ കാണുന്ന നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കമ്പനീനെ ഇനിഷ്യലി നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനോ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ആ ജസ്റ്റ് കാണുന്ന ഔട്ട്ലൈനിൽ കാണുന്ന നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പനീസിനെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് നാളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ബാക്കി നിങ്ങളുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻറ്റിൽ ഇട്ടാൽ മതി. അത് മാത്രമല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു പൊളിറ്റിക്കൽ വ്യൂ പറഞ്ഞല്ലോ, ഈ പാർട്ടികളൊക്കെ ഇല്ലാതാക്കിയിട്ട് അതല്ലാതെ ആൾക്കാർ മാത്രം പോരെ അല്ലെങ്കിൽ പാർട്ടിയൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നമ്മളെ ജനപ്രതിനിധി മാത്രം പോരെ എന്നുള്ള എൻ്റെ ഒരു വ്യൂ പറഞ്ഞായിരുന്നല്ലോ. ആ വ്യൂവിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഇവിടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാമോ? കാരണം ഞാൻ ആ പറഞ്ഞേക്കുന്ന അതൊരു വളരെ ഒരു ഉട്ടോപ്യൻ ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണോ, അത് നടക്കബിലിറ്റി ഉള്ള ഒരു സംഭവമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ അതുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.